ഹലോ, നമ്മുടെ ഒരു സബ്സ്ക്രൈബറേ നമ്മളോടൊരു വീഡിയോ ഇടാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പേപ്പർ സോപ്പ് മേക്കിംഗ് വീഡിയോ. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞാൽ നമ്മളെങ്ങനെ ചെയ്യാണ്ടിരിക്കുക. അപ്പോൾ ദേ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എന്താണ്? പേപ്പർ സോപ്പാട്ടോ. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ ഇങ്ങനെ കമൻറ്റ് ബോക്സിൽ ഇട്ടേച്ചാൽ മതി കേട്ടോ. ഞാൻ എന്തായാലും ചിലപ്പോൾ കുറച്ച് ലേറ്റൊക്കെ ആയേക്കാം, എങ്കിലും ഞാൻ ഷുവറായിട്ടും ചെയ്യും കേട്ടോ. പിന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ റിപ്ലൈ അല്ലെങ്കിൽ എന്താ പറയുക, കമൻറ്റ് ചെയ്യുന്ന ഒത്തിരി ആൾക്കാരുണ്ട് കേട്ടോ. താങ്ക് യു സോ മച്ച്. അപ്പോൾ കുഞ്ഞുവിൻ്റെ ഫ്രണ്ട് കുഞ്ഞു, പിന്നെ റഹ്മത്ത്, അസ്ന, അങ്ങനെ കുറേ പേര് നമ്മുടെ കമൻറ്റ് ബോക്സിൽ നമുക്ക് കമൻറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട് കേട്ടോ. താങ്ക് യു സോ മച്ച്. ആരെങ്കിലും പേരുകൾക്ക് ആർക്കെങ്കിലും ഹായ് പറയണമെങ്കിലും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതിയേ. അപ്പോൾ നമുക്ക് പേപ്പർ സോപ്പ് മേക്കിംഗ് വീഡിയോയിലേക്ക് കടന്നാലോ. ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണം? പേപ്പർ സോപ്പ് ഉണ്ടാക്കണമെങ്കിൽ സോപ്പ് വേണം അല്ലേ. അപ്പോൾ സോപ്പ് നല്ല ഫൈനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെ ഒന്നെങ്കിൽ നമുക്ക് നൈഫ് വെച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ പച്ചക്കറിയൊക്കെ നമ്മൾ ചിരണ്ടി എടുക്കൂലേ, അതുമ്മ വേണമെങ്കിൽ ചിരണ്ടാം. അതുമ്മൊക്കെ ചിരണ്ടി ചിലപ്പോൾ എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കും. അതുകൊണ്ട് ഞാൻ നമ്മുടെ നൈഫും കൊണ്ട് കേട്ടോ ട്രൈ ചെയ്തോളൂ. നമ്മൾ പിച്ചാത്തിയും കൊണ്ട് എന്ത് ചെയ്തു, നൈസായിട്ട് അങ്ങോട്ട് ചിരണ്ടി എടുത്തു. എന്നിട്ട് നമ്മൾ നല്ല ചൂട് വെള്ളം നമ്മൾ അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഈ മേക്കിംഗ് വീഡിയോ എനിക്കറിയത്തില്ലാന്നില്ല, അപ്പോൾ ഞാൻ യൂട്യൂബിൽ തന്നെ നോക്കിയാണ് പഠിച്ചത്. അപ്പോൾ അതിനകത്ത് നോക്കി കഴിഞ്ഞപ്പോൾ ഇതിങ്ങനെ മിക്സ് ചെയ്ത് വരുമ്പോൾ നല്ല ഇതായിട്ട് വന്നു, ഒരു ഫോമി പോലെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കരുതിയത് ശരിക്കും ഇങ്ങനെ വരുമോ എന്നൊക്കെ എനിക്ക് നല്ല സംശയം ഉണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഞാൻ പിന്നെ ആദ്യം മിക്സ് ചെയ്ത് നോക്കി, അതിങ്ങനെ പതഞ്ഞ് വന്നുണ്ടെങ്കിലും പക്ഷേ നമ്മളിങ്ങനെ കൈ കഴുകുമ്പോൾ പത വന്ന പോലെ അല്ലാണ്ട് ഇത്ര നല്ല സോഫ്റ്റായിട്ട് നമ്മൾ മറ്റേ വിപ്പിംഗ് ക്രീമൊക്കെ നമ്മൾ ഇത് ചെയ്യത്തില്ലേ, എന്താണ് വിപ്പിംഗ് ക്രീമൊക്കെ നമ്മൾ ബീറ്ററിൽ നല്ല പോലെ ഇത് ചെയ്തെടുക്കുമ്പോൾ നല്ല സ്റ്റിഫായിട്ട് വരില്ലേ, അതുപോലെ കുറേ നേരം നമ്മൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ വന്നു കേട്ടോ. അപ്പോൾ എനിക്ക് വിശ്വാസം ഈ സാധനം വരുമെന്നുള്ളത്. പിന്നെ ഒരു എന്താ പറയുക, ഒരു ധൈര്യമൊക്കെ കിട്ടി. ശരിയാവും എന്നൊരു ധൈര്യമൊക്കെ കിട്ടി. അങ്ങനെ ഒരു സൈഡ് നമ്മൾ ചെയ്തു കേട്ടോ. നമ്മൾ A4 സൈസ് പേപ്പറിലാട്ടോ നമ്മൾ ചെയ്തത്. ഒരു സൈഡ് നമ്മൾ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ഉണക്കിയെടുത്തു. എന്നിട്ട് രണ്ടാമത്തെ സൈഡ് നമ്മൾ അങ്ങനെ തന്നെ ബ്രഷ് ചെയ്തു, എന്നിട്ട് ഉണക്കിയെടുത്തു. എന്നിട്ട് നമ്മളിങ്ങനെ കുഞ്ഞു കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ട് ഒരു ഡെപ്പിയിലിട്ട് വെച്ചു കേട്ടോ. ഇത് നമ്മുടെ നെയിൽ പോളിഷ് റിമൂവർ ഇല്ലേ, അതിൻ്റെ സ്ട്രിപ്സ് മേടിച്ചതിൻ്റെ അത് തീർന്നു കഴിഞ്ഞപ്പോൾ കിട്ടിയ പെട്ടിയാണ്. ആ പെട്ടിയിൽ ഞാനിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. പിന്നെ കുറേയൊക്കെ ഇങ്ങനെ വലിയതായിട്ട് നമ്മൾ കുഞ്ഞ് ബുക്കൊക്കെ നമ്മൾ പണ്ട് ഇങ്ങനെ സ്റ്റാപ്ലർ ചെയ്ത് ഇങ്ങനെ സൂക്ഷിക്കത്തില്ലേ പേപ്പറുകൾ, അതുപോലെ ഇങ്ങനെ സ്റ്റാപ്ലർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ദേ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. പതയണുണ്ടോയെന്ന് അറിയണ്ടേ, അല്ലെങ്കിൽ ഇടായിപ്പാന്ന് പറയരുതല്ലോ. അങ്ങനെ ദേ നമ്മുടെ പേപ്പർ സോപ്പ് അങ്ങനെ ഉണ്ടാക്കിയിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ എനിക്ക് നല്ല ഹാപ്പി ആയിട്ടോ, സാധനം സക്സസ്ഫുള്ളായല്ലോ. അപ്പോൾ ദേ നമ്മുടെ ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.